ചോദ്യപേപ്പർ ചോർച്ചയാണ് ഇപ്പോൾ എവിടെയും സംസാര വിഷയം. അതിൽ സർക്കാർ കർശന നടപടിക്കൊരുങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന അപ്ഡേറ്റ്. വിദ്യാഭ്യാസ മന്ത്രി മുഖ്യമന്ത്രിയുമായി വിഷയത്തിൽ ചർച്ച നടത്തി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ 6 അംഗ സമിതിക്ക് അന്വേഷണ ചുമതല. ചോദ്യപേപ്പറിലെ ചില ഭാഗങ്ങൾ യൂട്യൂബ് ചാനൽ പ്രത്യക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ഇന്ന് ചേർന്നിരുന്നു. പ്രസ്തുത വിഷയത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ DGPക്കും സൈബർ സെല്ലിനും പരാതി നൽകിയിട്ടുണ്ട്. പ്രശ്നത്തിന്റെ ഗൗരവത്തെ സംബന്ധിച്ചിടത്തോളം ഞാനിന്ന് 3:30 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി അരമണിക്കൂർ നേരം ഇക്കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്തു. വളരെ കർശനമായ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ 6 അംഗ സമിതിയെ അന്വേഷണ കമ്മീഷനായി രൂപീകരിച്ചു. 1 മാസത്തിനകം അവർ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കും. അതോടൊപ്പം തന്നെ പോലീസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണവും നടക്കും. സുനിഷ അയലൂർ നമുക്കൊപ്പം എത്തുന്നു. ഗുഡ് ഈവനിങ് സുനിഷ അയലൂർ. MS സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ മാത്രമല്ല, പല ട്യൂഷൻ സെന്ററുകളും ലാഭം കൊയ്യുന്നതിന് വേണ്ടി കുട്ടികളെ ചൂഷണം ചെയ്യാൻ ഇതുപോലെയുള്ള ബിഹൈൻഡ് ദ കർട്ടൻ ഡീൽസ് നടത്തുന്നുണ്ട് എന്നത് ഇതിനകം തന്നെ ആരോപണം ഉയർന്നതാണ്. KSUവിന്റെ പരാതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ പെട്ടെന്ന് വളർച്ച കൈവരിച്ച പല സ്ഥാപനങ്ങളും ഇങ്ങനെയുള്ള മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന സംശയം കൂടി ബലപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിൽ 6 അംഗ സമിതിയുടെ അന്വേഷണ പരിധിയിൽ അതുകൂടി വരില്ലേ? അധ്യാപകർ ഇവിടെയൊക്കെ പഠിപ്പിക്കാൻ പോകുന്നുണ്ടോ? അതടക്കം അന്വേഷിക്കില്ലേ സുനിഷ? സുജയ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും സമഗ്രമായി തന്നെ എങ്ങനെയാണ് ചോദ്യപേപ്പർ ചോർന്നത് എന്നതിൽ സമഗ്രമായ ഒരു അന്വേഷണം തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു വശത്ത് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം പ്രഖ്യാപിച്ചത് ഇന്നാണ്. അതിന് പിന്നാലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഏതായാലും യോഗം ചേർന്ന അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു എന്നത് തന്നെയാണ്. 6 അംഗ സമിതി ഇത് അന്വേഷിക്കുമെന്നതാണ്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള 6 അംഗ സമിതിയാണ് ഇനി ഈ വിഷയം ചർച്ച ചെയ്യുക എന്നതാണ്. പ്രധാനമായും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി, പൊതുവിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ, പരീക്ഷാ ഭവൻ ജോയിന്റ് കമ്മീഷണർ, ഹയർ സെക്കൻഡറി അക്കാദമിക് വിഭാഗം ജോയിന്റ് ഡയറക്ടർ, അങ്ങനെ ഡെപ്യൂട്ടി ഡയറക്ടർ തുടങ്ങി 6 അംഗ സമിതിയാണ് ഇത് അന്വേഷിക്കുക. അതിനുശേഷം 1 മാസത്തിനകം കൃത്യമായി പരിശോധിച്ചുകൊണ്ട് റിപ്പോർട്ട് നൽകാനാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ നേരത്തെ ഒക്ടോബറിൽ തന്നെ ഈ SCRT-കാർ ഇവർ മുഖ്യമന്ത്രിയുമായി ചില പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾ വേണമെന്നൊരു ആവശ്യം പറഞ്ഞിരുന്നു. അതൊക്കെ തന്നെയും നിലവിൽ ചർച്ചയായിട്ടുണ്ട് എന്നതാണ്. കാരണം മുഖ്യമന്ത്രി ഈ വിഷയം അറിഞ്ഞതിന് ശേഷം, ഈ ചോദ്യപേപ്പർ ചോർന്ന വിഷയം അറിഞ്ഞതിന് ശേഷം തന്നെ കർശനമായ നടപടി ബന്ധപ്പെട്ടവർക്കെതിരെ എടുക്കണമെന്നൊരു ആവശ്യം കൂടി അറിയിച്ചിട്ടുണ്ട് എന്നതാണ്. ഇതിൻ്റെയൊക്കെ ഗൗരവ പശ്ചാത്തലം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഏതായാലും 6 അംഗ സമിതിയെ നിയോഗിച്ചിരിക്കുന്നത്. ഈ അന്വേഷണ പരിധിയിൽ ഏതായാലും ഏതൊക്കെ അധ്യാപകർക്ക് ഇതിൽ പങ്കുണ്ട്, ഈ നേരത്തെ പറഞ്ഞതുപോലെ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നത്, ഇത് അച്ചടിക്കുന്നത്, ഈ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന ഇടത്തു നിന്ന് തുടങ്ങി വിതരണം ചെയ്യുന്ന ഇടം വരെ, അവിടെ വരെ ഈ അന്വേഷണം വ്യാപിപ്പിക്കണമെന്നത് തന്നെയായിരുന്നു. കാരണം വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാർക്ക്, അധ്യാപകർക്ക്, വിരമിച്ച അധ്യാപകർക്ക്, ഇവർക്കൊക്കെ തന്നെയും ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ ആർക്കെങ്കിലും പങ്കുണ്ടാകാനുള്ള സാധ്യത അതേറെയാണ്. അതുകൊണ്ട് തന്നെ ട്യൂഷൻ സെന്ററിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ, ഓൺലൈൻ സെന്ററുകളിൽ പ്രവർത്തിക്കുന്ന അധ്യാപകരുടെ കണക്കെടുക്കുക. ഒപ്പം തന്നെ ഈ MS സൊല്യൂഷൻ പോലുള്ള ഒപ്പം തന്നെ അതേപോലുള്ള മറ്റ് ചാനലുകളുണ്ട്. ഈ MS സൊല്യൂഷനുമായി അടുത്ത് നിൽക്കുന്ന ഏതെങ്കിലും അധ്യാപകരുണ്ടോ? ഇത്തരത്തിലുള്ള എല്ലാ കണക്കും എടുക്കും. നേരത്തെ തന്നെ മന്ത്രി പറഞ്ഞത് പ്രകാരം ഈ AEOമാരോടക്കം ഈ വിവരത്തിൽ പ്രാദേശികമായി തന്നെ ചില വിവരങ്ങൾ ശേഖരിക്കാനായി അറിയിച്ചിരുന്നു. ഈ AEOമാർ, DOമാർ അടക്കമുള്ളവർ ഈ വിവരങ്ങൾ ഏതായാലും ഈ ബന്ധപ്പെട്ട സമിതിക്ക് കൈമാറുമെന്നതാണ്. അതിനുശേഷം ഇതെല്ലാം തന്നെ ക്രോഡീകരിച്ചുകൊണ്ട് ആര് എന്ന ഉത്തരത്തിലേക്ക് എത്തുന്നു. അതിനുശേഷം നടപടി എന്നതാണ്. ഒപ്പം തന്നെ നിലവിൽ നടപടി എടുക്കുന്നു എന്നതിനപ്പുറം ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാമെന്ന കാര്യം കൂടി യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട് എന്നതാണ്. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നിരവധി ആക്ഷേപങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. ഈ പുറത്ത് അച്ചടിക്കുന്നതുമായി ബന്ധപ്പെട്ട് പല സ്കൂളുകളിലേക്കും എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും സുരക്ഷ അത് ഉണ്ടോ എന്നൊരു ചോദ്യം അടക്കമുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ സുരക്ഷ ഒരുക്കേണ്ടതുണ്ട് എന്ന ഒരു വിശകലനം മന്ത്രിയുടെ കൂടുതൽ പ്രതികരണങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മന്ത്രി പറയുന്നു, ഓണപരീക്ഷയുടെ ചോദ്യപേപ്പറും ഇതുപോലെ ചോർന്നതല്ലേ, അന്ന് ചോർത്തിയ ആളുകൾക്കെതിരെ നടപടിയെടുത്തോ എന്ന് ചോദിച്ചപ്പോൾ മന്ത്രി പറയുന്ന ഉത്തരം കുറച്ച് വിചിത്രമാണ്. നടപടിയെടുത്തു, നടപടിക്ക് വിധേയരായ അധ്യാപകരുടെ പേര് പുറത്തുവിടുന്നില്ല. പേര് പുറത്തുവിടണം സാർ. ആ പേര് ആരാണ്, ആ ചോർത്തൽ നടത്തിയ ആളുകൾ ആരാണ് എന്നുള്ളത് അറിയേണ്ടേ സമൂഹത്തിന്? ചോദ്യപേപ്പർ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അധ്യാപകർക്കാണ്. ചോദ്യപേപ്പർ ചോർന്ന സാഹചര്യത്തിൽ വീണ്ടും പരീക്ഷ നടത്തില്ല എന്നുകൂടി മന്ത്രി പറയുകയാണ്. അപ്പോൾ ചോർച്ചയ്ക്ക് കാരണക്കാർ കൂടെ തന്നെയുണ്ട്, അല്ലെങ്കിൽ വകുപ്പിൽ തന്നെയുണ്ട്. വിദ്യാഭ്യാസ
വിദ്യാഭ്യാസ വകുപ്പിന് താഴെയുള്ള അധ്യാപക സംവിധാനത്തിൽ തന്നെയുണ്ട് എന്നത് തിരിച്ചറിയേണ്ട ഒരു സാഹചര്യമാണിത്. എന്തായാലും മുഖ്യമന്ത്രിയെ കണ്ടു, വിദ്യാഭ്യാസ മന്ത്രി 6 അംഗ സമിതിയെ നിയോഗിച്ചിരിക്കുന്നു. ഇതിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുമ്പോൾ നമുക്ക് അതിലേക്ക് വരാം. എല്ലാ പരീക്ഷയിലും പരാതി ഉണ്ടാകാറുണ്ട്, സാധാരണ വിഷയം പോലെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ പരീക്ഷയിലും ഉണ്ടാകുന്ന പരാതികൾക്കപ്പുറം ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പർ ഇതാണ് സാധ്യതാ പട്ടിക, സാധ്യതാ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ട്യൂഷൻ സെന്ററിന് നൽകാൻ കഴിയുന്നുണ്ടെങ്കിൽ, അതിൽ നിന്ന് ലാഭമുണ്ടാക്കാൻ അവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിന് കൂട്ടുനിന്നത് ഏത് അധ്യാപകനായാലും അയാൾ ശിക്ഷിക്കപ്പെടണം. പൊതുസമൂഹത്തിന് മുന്നിൽ അയാളെ തുറന്നു കാട്ടുക തന്നെ വേണം. പേരൊളിപ്പിച്ചു വെച്ചുകൊണ്ട് നടപടിയെടുത്തു എന്ന് പറഞ്ഞാൽ പോരാ എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നമുക്ക് പറയാൻ കഴിയുക.